أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? എൻ്റെ ഈ ചാനലിലൂടെ ഞാനിടുന്ന വീഡിയോകൾ ചിലപ്പോൾ ചില പ്രാർത്ഥനകളായിരിക്കും, ദുഹകളായിരിക്കും, ചിലപ്പോൾ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്ന അനുഭവങ്ങളായിരിക്കും, ഞങ്ങളുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടല്. ചിലപ്പോൾ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടില്ല, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ചില വീഡിയോകളായിരിക്കും ഇടുന്നത്. ഇന്നലെ എൻ്റെ മോള് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയി. ഇന്നൊരു ഉച്ചയോടുകൂടി അൽഹംദുലില്ലാഹ് അവളൊരു കുഴപ്പവുമില്ലാതെ അവിടെ എത്തി. ഇതുവരെ എൻ്റെ മോൾ എന്നെ അങ്ങനെ വിട്ടുപിരിഞ്ഞ് നിന്നിട്ടില്ല, ഇത്രയും ദൂരം വിട്ടുപിരിഞ്ഞ് നിന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. അവൾ ഈ ഒരു വർഷം ഹോസ്റ്റലിൽ കുറച്ച് കാലം താമസിച്ചിരുന്നു. എന്നാലും ഒരു 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെ അവൾ എൻ്റെ അടുത്തേക്ക് വരലുണ്ട്. ഇതിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മാസങ്ങൾക്കാണ് പോയിട്ടുള്ളത്. ആ ഒരു സങ്കടവും ഇടങ്ങേറും ഒക്കെ ഉണ്ട്. അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് താല്പര്യത്തോട് കൂടി തിരഞ്ഞെടുത്തൊരു കോഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഇഷ്ടത്തിന് നിൽക്കുകയാണ് ചെയ്തത്. നോ എന്ന് പറയാൻ തോന്നിയില്ല. എന്തൊക്കെ പറഞ്ഞാലും മക്കളിങ്ങനെ ദൂരേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ളൂ ഇനി കാണുമെന്നൊക്കെ പറഞ്ഞു. അമ്മമാരുടെ മനസ്സിൽ എന്തായാലും ഒരു സങ്കടം ഉണ്ടാവും, പേടി, ബേജാറ് എല്ലാം കൂടിയായിരിക്കും. പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തൊരു പഠിത്തല്ലേ എന്ന് കരുതിയിട്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞയച്ചു. അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഒരു പഠിത്തമായതുകൊണ്ട് അവളതിൽ എൻജോയ് ചെയ്ത് ഇൻട്രസ്റ്റോടു കൂടി പഠിക്കുന്നുണ്ട്. പിന്നെ അവരിഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ പഠിക്കുന്നത് എങ്കിൽ ആ ഒരു ജോലി അവർ കരസ്ഥമാക്കുക തന്നെ ചെയ്യും. അത് എന്തായാലും ഉറപ്പാണ്. അവർക്ക് താല്പര്യമില്ലാത്ത ജോലിക്കാണ് ജോലിയുടെ പഠിത്തത്തിനാണ് നമ്മൾ തള്ളിവിടുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കതത്ര താല്പര്യം ഉണ്ടാവില്ല. താല്പര്യമില്ലാതെയൊക്കെ അവർ പഠിക്കുന്നത്. പിന്നെയുള്ളത്, നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരല്ലോ. നമുക്ക് എന്തൊരു നല്ല ജോലി കിട്ടണമെങ്കിലും ഇപ്പോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ മക്കളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ പഠിക്കാനും അതിനുള്ള സാമ്പത്തികമായിട്ടുള്ളതൊക്കെ ഉണ്ടാവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മോൾക്ക് ലഗേജ് ആകെ ഒരു 40 കിലോന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ കയ്യിൽ എക്സ്ട്രാ 7 കിലോന് കൂടി പിടിക്കാം. പക്ഷേ ഞങ്ങൾ എല്ലാ സാധനവും കൂടി അത്യാവശ്യ സാധനം വെച്ച് നോക്കുമ്പോൾ തന്നെ ഓവർ ചെയ്യുന്നു വെയിറ്റ്. കയ്യിൽ പിടിക്കണമെങ്കിൽ തന്നെ ഒരു ഏകദേശം 2 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു, മറ്റോ തന്നെ 2 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഓവർ വെയിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം അത്യാവശ്യ സാധനങ്ങളായിരുന്നു കൊണ്ടുപോകാനുള്ളത്, അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറേ ദിവസത്തിന് പോകുന്നതല്ലേ, അവിടുത്തെ അവസ്ഥകളൊക്കെ എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒഴിവാക്കാനൊക്കെ ഒരു മടി. അപ്പോൾ എന്തായാലും എയർപോർട്ടിലേക്ക് പോയി ഞങ്ങൾ. അവിടുത്തെ ആൾ പറഞ്ഞു, അവിടുത്തെ ആൾ പറഞ്ഞാൽ ഇതിന് പരിചയമുള്ള ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ ഒരു ഭാഗ്യത്തിന് പോവും, അതൊക്കെ ഒരു ലക്കാണെന്ന് പറഞ്ഞു. ലഗേജ് വിടുന്ന സമയത്ത് അവർ വെയിറ്റ് നോക്കുമ്പം ഓവർ വെയിറ്റുള്ള സാധനം ഉണ്ടെങ്കിൽ അവർ ഒന്നുകിൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറയും, അല്ലെങ്കിൽ ആ ഓവർ വെയിറ്റുള്ള സാധനത്തിൻ്റെ പൈസ അടക്കാനാണ് പറയാം. ഓരോ കിലോനും ഓവർ ഉണ്ടെങ്കിൽ ഓരോ കിലോ വെയിറ്റിനും ഏകദേശം 1000-1500 അടുത്ത് നമ്മൾ അവിടെ അതിൻ്റെ പൈസ അടക്കണം. എന്തായാലും അൽഹംദുലില്ലാ എന്ന് പറയാം, ഒരു കുഴപ്പമില്ലാതെ ലഗേജൊക്കെ പോയി. അവൾ അവിടെ എത്തി വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട് അവളുടെ റൂമും സൗകര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി അവൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവൾ ആഗ്രഹിച്ച പഠിത്തമൊക്കെ കഴിഞ്ഞ് അവളുടെ ആഗ്രഹിച്ച ജോലി കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥന. നിങ്ങളുടെയും പ്രാർത്ഥന അവൾക്കുണ്ടാവണം. വിദേശത്തൊക്കെ പോയി പഠിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും പടച്ചതമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും അസുഖമായാലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുണ്ടായാലും നമുക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റാത്ത സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ രക്ഷ എപ്പോഴും നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉമ്മമാരുടെ മനസ്സിനുള്ളിൽ മക്കളിങ്ങനെ ദൂരൊക്കെ പോയി പഠിക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടണം. ഭയങ്കര ഒരു സങ്കടം ഓർക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഇടങ്ങേറ്. കുട്ടികൾക്ക് ഏതെങ്കിലും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, ഭക്ഷണമൊക്കെ ശരിയാവും ചെയ്യട്ടെ, അവർക്ക് അവിടെ ഇഷ്ടപ്പെടും ചെയ്യട്ടെ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അവർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ഇടങ്ങേറാണത് കേൾക്കുമ്പോൾ. ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയും. ചിലപ്പോൾ ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. ഭക്ഷണം കഴിക്കുന്ന നേരത്തൊക്കെ നല്ലോണം കൊണ്ട് ഓർമ്മ വരും അവളെ. അപ്പോൾ എനിക്കിങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഹസ്ബൻഡ് പറയും, അവൾ ആഗ്രഹിച്ച് പോയതല്ലേ, അവൾ ആഗ്രഹിച്ച് പഠിച്ച് വരട്ടെ, നീ ആ ഭാഗത്തേക്കെല്ലാം ശ്രദ്ധ വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കും. അവർക്കും സങ്കടങ്ങളില്ലാഞ്ഞിട്ടാവില്ല, അവരത് പുറത്തേക്ക് കാണിക്കൂല, എന്നിട്ട് നമ്മളെ സമാധാനിപ്പിക്കും. ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവളൊക്കെ ഇന്നലെ പോയപ്പം അവിടെ എത്തി വിളിക്കാതെ എനിക്കൊരു സമാധാനമില്ലായിരുന്നു. അവളെത്തി വിളിച്ച് അവളുടെ സൗകര്യങ്ങളും ഒരു കുഴപ്പമില്ല എന്നൊക്കെ കാണിച്ച് തന്നപ്പോൾ എനിക്കൊരു സമാധാനമായത്. അവൾ പോകുന്നതിന് മുമ്പ് 2-3 ദിവസം പർച്ചേസ് തന്നെയായിരുന്നു. അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം സ്വാദിക്കലി സിഹാബത്തങ്ങളെ കാണാൻ പോയി. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവിടുന്ന് മടങ്ങിപ്പോകുന്നത്. മടങ്ങുന്ന വഴി കൊടപ്പനക്കൽ തറവാട്ടിലൊന്ന് കയറി. അവിടെ അവരാരും ഇല്ലായിരുന്നു, ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ മോളും എൻ്റെ മോളും ഭയങ്കര ഫ്രണ്ടാണ്. അവളോട് യാത്ര പറഞ്ഞ് പോരാനായിരുന്നു അവിടെ പോയത്.
പക്ഷേ അവൾ അവിടെ ഇല്ലായിരുന്നു, ഹോസ്റ്റലിലായിരുന്നു. അവളുടെ ഉമ്മയും ഉപ്പയും അതും വിദേശത്തായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് അവളുടെ ഉമ്മയുടെ ഉമ്മയായിരുന്നു. അവരോട് യാത്ര പറഞ്ഞ് അവളോട് പറയാൻ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങളെ കുടുംബത്തിലുള്ളവരെയൊക്കെ ഒന്ന് പോയി കണ്ടു. സുഖമില്ലാതെ കിടക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് പോയി കണ്ടു, യാത്ര പറഞ്ഞു, അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് മോൾ പോയത്. പോകുന്നതിന് തൊട്ട് മുമ്പ് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. അതിനു മുമ്പ് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും എല്ലാവരും ബർക്കത്ത് കൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ കുട്ടി അവിടെ എത്തിക്കണം. അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും ഇതുപോലെ വിദേശത്തേക്ക് യാത്ര പോകുന്നവരുണ്ടാവാം, ജോലിക്ക് വേണ്ടിയിട്ട്, പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പഠിത്തം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ അതിന് ശേഷം ഒരു യാസീനൊക്കെ ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, ഈ ഒരു പഠിത്തം അല്ലെങ്കിൽ ഈ ഒരു ജോലി എനിക്ക് ഹൈറാണെങ്കിൽ അത് നീ നടത്തിക്കൊണ്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ അത് നീ ഒഴിവാക്കിക്കൊണ്ടാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നമ്മൾ സമ്മതം ചോദിക്കണം. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യൽ, എന്തെങ്കിലുമൊക്കെ അടങ്ങാറും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. അപ്പോഴുള്ള നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. നമ്മൾ എന്ത് പരിപാടി തുടങ്ങുമ്പോഴും തുടക്കത്തിൽ അള്ളാഹുവിനോട് ഒരു സമ്മതം ചോദിക്കണം. അങ്ങനെ അള്ളാഹുവിനോട് ഒരു സമ്മതം ചോദിക്കുമ്പോൾ അത് നമുക്ക് ഹൈറാണ്, നല്ലതാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്കത് നടത്തി തരും. അതല്ല, നമുക്കത് നല്ലതല്ല, അതുകൊണ്ടൊരു ഹൈറുമില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു അത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മേലിൽ നിന്നും തട്ടി നീക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോഴും അള്ളാഹുവിനോട് ആദ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചങ്ങാണ്ട് കാര്യങ്ങളൊക്കെ പറയുക. പറ്റുമെങ്കിൽ ഒരു യാസീൻ ഓതുക. പിന്നെ നമ്മൾ ഇതുപോലുള്ള ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ, എന്താവശ്യത്തിനായിക്കോട്ടെ പോകുമ്പോൾ, നമ്മൾ നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളെയൊക്കെ ഒന്ന് പോയി കാണുക, അവരോട് യാത്ര പറയുക. ചില ആളുകൾ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടാവാം, അവരെയൊക്കെ ഒന്ന് പോയിട്ട് യാത്ര പറയുക, അവരുടെ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് വാങ്ങുക. പിന്നെ നമ്മളെന്നാ തിരിച്ചു വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരാണോ ഉണ്ടാവുക അതോ നമ്മളാണോ ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഉപ്പയും ഉമ്മയും, അവരുടെ മകൾ ഗൾഫ് രാജ്യത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വിസിറ്റിങ്ങിന് പോയത് ഞങ്ങളാരും അങ്ങനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അടുത്ത വീട്ടിൽ വേറൊരു സ്ത്രീ പറഞ്ഞു, അവർ പോയല്ലോ, നീ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറയുക, ഭയങ്കര ഒരു സങ്കടമായിട്ടോ, കാണാൻ പറ്റില്ല, എന്താ ഇപ്പോൾ അവർ പറയാതെ പോയത്, അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടങ്ങൾ പറയുക. ഇങ്ങനെ ഒരു സങ്കടങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിൽ ആവരുത് നമ്മളുടെ യാത്ര. നമ്മൾ പരിചയമുള്ളവരൊക്കെ ഇനി കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരോടൊക്കെ ഒന്ന് വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ വിട്ടുകൊണ്ട് പറയാം. നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ കുടുംബങ്ങൾ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ കുടുംബങ്ങളിൽപ്പെട്ട അടുത്ത ആളുകളുണ്ടാവും സുഖമില്ലാതെ കിടക്കുന്നവരൊക്കെ. അവരെയൊക്കെ ഒന്ന് പോയി പറ്റുമെങ്കിൽ കാണുകയും ചെയ്യണം. പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതേപോലെ മോൾക്ക് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ അടുത്ത കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ ഒന്ന് പോയി കാണാനൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ഉപ്പാനെ കാണാൻ വേണ്ടി പോകാൻ മറന്നതല്ല, നാളെ പോകാൻ എഴുതിക്കൊണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ പോകുന്നതിൻ്റെ തലേ ദിവസമായപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു, ആ ഉപ്പാനൊന്ന് പോയി കണ്ടു പോകാമെന്ന് പറഞ്ഞു. അപ്പം അവൾ പോണിൻ്റെ തലേ ദിവസം തന്നെയാണ് അടുത്തുള്ള വീടുകളിലൊക്കെ അവൾ പോയത്. പക്ഷേ ഈ ഉപ്പാൻ്റെ അടുത്ത് പോയി യാത്ര പറയാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു, ഈ പോണത് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ എന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു, എന്നെ കാണാതെ പോകുമെന്ന് ഞാൻ കരുതി, വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി എന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെയുള്ള യാത്രകളൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഒരു ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ വിദേശത്തേക്ക് പോയി പഠിക്കുന്ന നമ്മുടെ മക്കളെ, ജോലി ചെയ്യുന്ന നമ്മുടെ മക്കളെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവർ ഉദ്ദേശിച്ച രീതിയിൽ അവരുടെ പഠിത്തം പൂർത്തിയാക്കി തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ. അവർ വരുവോളം നമുക്കും അവർക്കും ആരോഗ്യവും ആയുസ്സുമൊക്കെ പടച്ച് തമ്പുരാൻ തരട്ടെ. മക്കളുടെ ആവശ്യമായ ഏതൊരു പഠിത്തത്തിനാവട്ടെ, ഇപ്പോഴത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് പണം വളരെ അത്യാവശ്യമാണ്. ആ ഒരു പണം ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് നമ്മുടെ മക്കളുടെ ഉപ്പമാർക്കാണുള്ളത്. അവരുടെ കയ്യിൽ അള്ളാഹു അവർക്ക് അനുയോജ്യമായ പഠിത്തത്തിനുള്ള പണം ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു കൊടുക്കട്ടെ. നമ്മുടെ പല മക്കൾക്കും അവർക്ക് ഇഷ്ടമുള്ള പല ജോലിക്ക് വേണ്ടിയുള്ള പഠിത്തങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ മൂലമായിരിക്കും അവർ പഠിക്കാതിരിക്കുന്നത്. നമ്മുടെയൊക്കെ മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഹലാലായ ജോലിക്കുള്ള പഠിത്തം പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മൾ ഏത് ജോലിൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത് അത് നല്ലപോലെ നമ്മൾ ആഗ്രഹിക്കുക. മനസ്സിൽ നല്ല പോലെ പോസിറ്റീവ് എനർജിയോട് കൂടിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് 5 നേരം നിസ്കരിച്ചങ്ങാണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹു എനിക്ക് ഈ ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം എനിക്ക് നടത്തി തരണേ എന്ന് അള്ളാഹുവിനോട് നല്ലപോലെ പ്രാർത്ഥിക്കുക. എനിക്കനുഭവമുള്ളതാണ്. അത് ഹൈറാണെങ്കിൽ എനിക്കത് പടച്ച തമ്പുരാൻ നടത്തി തരലുണ്ട്.
അതല്ല ഹൈറല്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് തട്ടി നീക്കുക, അതിന് പകരം അതിലും വലുത് നല്ലതൊന്നും അള്ളാഹു എനിക്ക് തരലുണ്ട്, അനുഭവം ഉള്ളതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണം. നല്ലപോലെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻഷാ അള്ളാഹു അത് നടത്തി തരുന്നതാണ്. പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് എന്തും നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു മൂർച്ചയുള്ള ആയുധമാക്കി നമ്മളത് മാറ്റണം. എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് പിടിച്ചു വാങ്ങണം. എങ്ങനെ ചോദിച്ചിട്ടും അള്ളാഹു നമുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് വേണ്ട, അത് നമുക്ക് അർഹതപ്പെട്ടതല്ല. അതിലും വലുത് അള്ളാഹു നമുക്ക് തരും എന്ന് നമ്മൾ കരുതണം. അതിൽ നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.